ഞെട്ടിക്കുന്ന നടുക്കുന്ന സർവേ ഫലമാണ് പൊന്നു പ്രേക്ഷകരെ. കെ സുരേന്ദ്രൻ കരയുകയാണ്, പിണറായി വിജയൻ കരയുകയാണ്. അതായത് കെ സുരേന്ദ്രൻ കരയുന്നത് സന്ദീപ് വാര്യർ ആണല്ലോ ഇത്രയും വലിയ LDFന്റെ കോട്ട തകർത്ത് തരിപ്പണമാക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ട്. നേരെ മറിച്ചിട്ട് പിണറായി വിജയൻ കരയുന്നത് തൃക്കരിപ്പൂർ മണ്ഡലം, കാസർഗോഡ് തൃക്കരിപ്പൂർ മണ്ഡലം എന്ന് പറയുന്നത് പൊന്നു പ്രേക്ഷകരെ CPM പാർട്ടി എന്ന് രൂപീകരിച്ചു. അന്ന് മുതൽ ഇന്ന് വരെ, ഇന്നലെ വരെ, അത് ഇന്ന് നമ്മൾ കൂട്ടണ്ട, ഇന്നലെ വരെ LDFന്റെ കോട്ടയാണ്. എന്നാൽ സന്ദീപ് വാര്യർ അവിടെ സ്ഥാനാർത്ഥി, UDFന്റെ സ്ഥാനാർത്ഥിയായി എന്നറിയുമ്പോൾ അവിടുത്തെ ജനങ്ങൾ മാറി ചിന്തിക്കുന്നു. ഞെട്ടിക്കുന്ന നടുക്കുന്ന സർവേ ഫലത്തിലേക്കൊക്കെ കടക്കാം. അതിനു മുമ്പ് പിണറായി വിജയനോട് ഒരൊറ്റ കാര്യം പറയുകയാണ്. പൊന്നു പിണറായി വിജയ, ഇപ്പൊ കരഞ്ഞിട്ട് എന്ത് കാര്യമാണ് പിണറായി വിജയ? പിണറായി വിജയനും കൂട്ടാളികളും പൊട്ടിക്കരയുകയാണ് ആ ഒരു മണ്ഡലം കൈവിടുമ്പോൾ. പിണറായി വിജയനോട് ഒരൊറ്റ കാര്യം പറയുകയാണ്. അല്ലയോ പിണറായി വിജയ, വയനാടിലെ പാവങ്ങളുടെ പൈസ മുക്കാൻ എങ്ങനെ മനസ്സ് വന്ന് പിണറായി വിജയ? പാവങ്ങളുടെ പൈസ നീ മുക്കിയില്ലേ? നിങ്ങൾ മുക്കിയില്ലേ പിണറായി വിജയ? കൊറോണ വന്നപ്പോൾ അതിൽ നിന്നും പൈസ മുക്കിയില്ലേ പിണറായി വിജയ? മുക്കിയില്ലേ പിണറായി വിജയ? എന്തിനു വേണം, പ്രളയം വന്നപ്പോൾ അതിൽ നിന്നും പൈസ മുക്കിയില്ലേ പിണറായി വിജയ? മുക്കിയില്ലേ പിണറായി വിജയ? ഒരൊറ്റ കാര്യം പറയാം പിണറായി വിജയനോട്. നിങ്ങൾ 10 വർഷം കേരളം ഭരിക്കുമ്പോൾ ചിന്തിക്കണമായിരുന്നു. ഇങ്ങനെ പാവങ്ങളുടെ പൈസ മുക്കുമ്പോൾ ചിന്തിക്കണമായിരുന്നു. ജനങ്ങൾ നിങ്ങൾക്കൊപ്പമല്ല. ഇലക്ഷൻ വരുമ്പോൾ നിങ്ങളുടെ കോട്ടകളിൽ UDF ഇങ്ങനെ കടന്നു കയറുമെന്ന് നിങ്ങൾ ചിന്തിക്കണമായിരുന്നു. ഇപ്പൊ കരഞ്ഞിട്ട് എന്ത് കാര്യമാണ് പിണറായി വിജയ? പൊന്നു പ്രേക്ഷകരെ, അപ്പോൾ ഒരു വാർത്തയും കൂടി. ഇദ്ദേഹത്തെ നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ? ഇന്നലെ പിണറായി വിജയനെ തെറി വിളിച്ചിട്ട് രംഗത്ത് വന്ന ഒരു മഹാമനുഷ്യനാണ്. വലിയ വിവാദമാണ്. ഇങ്ങേരെ കൊല്ലണമെന്ന് ചിലർ പറയുന്നുണ്ട്, ഇങ്ങേർക്കെതിരെ കേസ് കൊടുക്കണമെന്ന് ചിലർ പറയുന്നുണ്ട്. എന്താണ് ഇങ്ങേര് പറഞ്ഞത്? അതിൻ്റെ ആ ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ വെച്ച് തരാം. നമുക്ക് സന്ദീപ് വാര്യർ, അതായത് തൃക്കരിപ്പൂരിനെ മാറിമറിക്കുന്ന സന്ദീപ് വാര്യറിന്റെ ഓരോ വാർത്തയുടെ ക്ലിപ്പ് ആദ്യം കേട്ടു നോക്കാം. അതിനു മുമ്പ് ലൈക്ക് ചെയ്യണം, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ. കേരളത്തിലെ ഏറെ ശ്രദ്ധേയമായ മണ്ഡലങ്ങളിലൊന്നായ തൃക്കരിപ്പൂരിലെ തെരഞ്ഞെടുപ്പ് ചിത്രം സന്ദീപ് വാര്യരുടെ വരവോടെ മാറിക്കഴിഞ്ഞെന്നാണ് UDF ക്യാമ്പിന്റെ ആത്മവിശ്വാസം. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് അല്പം വൈകിയെങ്കിലും അതെല്ലാം മറികടന്ന് UDF പ്രചാരണ രംഗത്ത് സജീവമാണ്. ചാനൽ ചർച്ചകളിലൂടെ സുപരിചിതനായ സന്ദീപ് വാര്യർ നേരിട്ട് വോട്ടർമാരുടെ മുന്നിലെത്തിയതോടെ പ്രവർത്തകരും ആവേശത്തിലായി. പൊന്നു പ്രേക്ഷകരെ, ഞാൻ കാസർഗോഡുകാരനാണ്. എൻ്റെ മണ്ഡലത്തിൽ നിന്ന് 10-15 കിലോമീറ്ററാണ് തൃക്കരിപ്പൂരിലേക്ക്. സത്യം പറഞ്ഞാൽ അവിടെയുള്ള BJP-ക്കാരോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ ആർക്കാണ് വോട്ട് ഇടുന്നത്? അവർ പറയുകയാണ് ഇപ്രാവശ്യം സന്ദീപ് വാര്യറിന്. LDF-കാർ പറയുകയാണ് 10-60 വർഷമായി, എത്രയോ വർഷമായിട്ട് ഇവിടെ, 60 വർഷമല്ല സോറി, ഓക്കെ, എത്രയോ വർഷമായിട്ട് ഇവിടെ LDF ഭരിക്കുന്നു, ഞങ്ങളെ തിരിഞ്ഞു നോക്കുന്നില്ല, അവറ്റകൾക്ക് ഞങ്ങൾ വോട്ടിടുന്നുണ്ട്. അതായത് CPM-നൊരു വിചാരമുണ്ട്, ഞങ്ങൾ എന്ത് നെറികേട് കാണിച്ചാലും ജനങ്ങൾ ഞങ്ങൾക്കൊപ്പമുണ്ട് എന്ന്. ആ ഒരു വൃത്തികെട്ട ചിന്ത കാരണം ഞങ്ങൾ CPM-ന് വോട്ടിടുന്നില്ല എന്ന് നല്ലവരായ CPM-കാർ പോലും പറയുകയാണ്. പൊന്നു പ്രേക്ഷകരെ, ഓക്കെ, ബാക്കിയും കൂടി കേട്ടു നോക്കാം. പാലക്കാട് സ്വദേശിയായിരുന്നുവെങ്കിലും തൃക്കരിപ്പൂരിൽ റെയിൽവേ സ്റ്റേഷൻ മാസ്റ്ററായിരുന്ന ഗോവിന്ദ വാര്യരുടെ മകൻ എന്ന് പരിചയപ്പെടുത്തി ഈ നാട് തനിക്ക് അപരിചിതമല്ല എന്നായിരുന്നു സന്ദീപ് ആദ്യ മണ്ഡലം സന്ദർശനത്തിൽ വോട്ടർമാരോട് പറഞ്ഞത്. എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഒരുവിധം വീടുകളിലൊക്കെ എല്ലാ ദിവസവും രാത്രി മാധ്യമങ്ങളോട് എത്തുന്ന ഞാൻ പരിചിതനല്ല എന്നെങ്ങനെ പറയാൻ സാധിക്കും? രണ്ടാമത്തെ കാര്യം, നിരന്തരമായ പൊതുപ്രവർത്തന രംഗത്ത് ഞാൻ കേരളത്തിലെ എല്ലാ പ്രദേശങ്ങളും പോകുന്നയാളാണ്. പരിചിതനല്ലാന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ആളുകളൊക്കെ എന്നെ റെക്കഗ്നൈസ് ചെയ്യുകയും വരികയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആളുകൾക്ക് ഏറ്റവും പരിചിതനായിട്ടുള്ള ആളാണ് ഞാൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരൊറ്റ കാര്യം പറയാം, അതായത് തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ ആരാണ് വിജയിക്കുക എന്ന് തീരുമാനിക്കുന്നത് അവിടുത്തെ ക്രിസ്ത്യാനികളാണ്. ഓക്കെ, അതായത് അവിടെ ഞാൻ മതം കൊണ്ടുവരുന്നതല്ല, അങ്ങനെ ആരും വിചാരിക്കണ്ട. ഇലക്ഷൻ വരുമ്പോൾ നമുക്കിത് ചർച്ച ചെയ്യേണ്ടി വരുന്നുണ്ട്. അതായത് ആ ഒരു മണ്ഡലത്തിന്റെ പ്രത്യേകത 33% മുസ്ലിമീങ്ങളും 33% ഹിന്ദുക്കളും 33% ക്രിസ്ത്യാനികളുമാണ് അവിടെയുള്ളത്. അപ്പോൾ ഇവിടെ നിർണയിക്കുന്നത് ക്രിസ്ത്യാനികളാണ്. ഇതുവരെ ക്രിസ്ത്യാനി വോട്ട് പോയത് LDF-ലേക്കായിരുന്നു. എന്നാൽ അതായത് ക്രിസ്മസ് സമയത്ത്, ഞാൻ വർഗീയത കൊണ്ടുവരുന്നതല്ല, നിങ്ങൾ ക്ലിയറായി കൃത്യമായിട്ട് മനസ്സിലാക്കണം ഞാൻ പറയുന്ന കാര്യം. ക്രിസ്മസ് സമയത്ത് RSSന്റെ ചില ആൾക്കാർ, അതായത് പാവപ്പെട്ട ക്രിസ്ത്യാനികൾക്കെതിരെ ആക്രമിച്ചപ്പോൾ കേരളത്തിൽ നടന്ന സംഭവമാണ്, പാലക്കാടിലൊക്കെ നടന്ന സംഭവമാണ്. അതായത് ക്രിസ്ത്യാനികൾ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ചില RSSകാർ ആ പറയുന്ന ക്രിസ്ത്യാനികളെ ആക്രമിക്കാൻ പോയ സമയത്ത് പിണറായി വിജയൻ എന്തുകൊണ്ട് നടപടി എടുത്തിട്ടില്ല എന്നാണ് അവിടുത്തെ തൃക്കരിപ്പൂരിലെ നല്ലവരായ ക്രിസ്ത്യാനികൾ പറയുന്നത്. അപ്പോൾ ആ ക്രിസ്ത്യാനികൾ പറയുന്നത് ഇത്തവണ ഞങ്ങൾ സന്ദീപ് വാര്യറിന് വോട്ട് കൊത്തുന്നു എന്ന നടുക്കുന്ന ഞെട്ടിക്കുന്ന വിവരമാണ് പൊന്നു പ്രേക്ഷകരെ പുറത്തു വരുന്നത്. അതുകൊണ്ട് ഒരു പക്ഷേ 10,000-ഓ 20,000-ഓ വരുന്ന ഭൂരിപക്ഷത്തിൽ ഇതുവരെ LDFന്റെ കോട്ട എന്ന് പറയുന്ന ആ മഹാകോട്ട
തകർത്ത് തരിപ്പണമാക്കി നമ്മുടെ UDF അവിടെ അധികാരത്തിൽ വരുമെന്നതിൽ യാതൊരു തർക്കവുമില്ല. ബാക്കിയും കൂടി കേട്ടുനോക്കാം. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും UDFന് മുൻതൂക്കം ലഭിച്ചു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ 10,448 വോട്ടിന്റെ ലീഡ് നേടിയിരുന്നു. ഉണ്ണിത്താന് ശേഷം ഏറെ പ്രതീക്ഷയോടെയാണ് കോൺഗ്രസ് പ്രവർത്തകർ സന്ദീപിന്റെ പ്രചാരണത്തിന്റെ ഭാഗമാകുന്നത്. ചരിത്രപരമായി ഇടതുപക്ഷത്തിന് അനുകൂലമായിരുന്ന തൃക്കരിപ്പൂർ ഇത്തവണ യഥാർത്ഥ മത്സരവേദിയായി മാറിയിരിക്കുകയാണ്. ഒരൊറ്റ കാര്യം പറയാം, തൃക്കരിപ്പൂരിലൊക്കെ ആരും പോകുന്നില്ല. റിപ്പോർട്ടർ ചാനലോ ഏഷ്യനെറ്റ് ന്യൂസ് ചാനലോ ആരും പോകുന്നില്ല. കാരണം എന്താണ്? അവിടെ ഫൈറ്റ് ഇല്ല. അവിടെ ആര് നിന്നാലും ജയിക്കുന്നത് LDF എന്നൊരു ചെല്ലുണ്ടായിരുന്നു. നിലവിൽ സന്ദീപ് വാര്യർ വന്നതോടുകൂടി മാധ്യമ പടയാണ് അവിടെ. അതായത് ശക്തമായ മത്സരം. അവിടെ ജയിക്കുന്ന സന്ദീപ് വാര്യറാണ്. മാറി ചിന്തിച്ച് തുടങ്ങി നല്ലവരായ CPM-കാർ പറയുന്നത് ഇത്തവണ ഞങ്ങൾ CPM-ന് വോട്ടിടുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്തവണ ഞെട്ടലോടുകൂടിയാണ് നമ്മുടെ സന്ദീപ് വാര്യർ ജയിക്കുന്നത്. ഗിഡുഗിഡ വിറക്കുകയാണ് സുരേന്ദ്രന് അസൂയാണ്. അതായത് പാർട്ടി വിട്ട BJP വിട്ടൊക്കെ ഈ പറയുന്ന സന്ദീപ് വാര്യർ ജയിക്കരുത് എന്നാണ് സുരേന്ദ്രൻ വിചാരിക്കുന്നത്. ഓക്കെ, ബാക്കിയും കൂടി കേട്ടു നോക്കാം. UDFന്റെ ഒറ്റക്കെട്ടായിട്ടുള്ള അതിശക്തമായിട്ടുള്ള പ്രവർത്തനമാണ് ഈ മണ്ഡലം ഇന്നേ വരെ കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ ബൂത്തുകളിലും ഞങ്ങളുടെ പ്രവർത്തകർ വളരെ സജീവമാണ്. മണ്ഡല രൂപീകരണം മുതൽ ഇടതിന്റെ ശക്തി തെളിയിച്ച മണ്ഡലമാണ് തൃക്കരിപ്പൂർ. എന്നാൽ ശക്തമായ ഭരണവിരുദ്ധ വികാരവും മണ്ഡലത്തിലെ വികസന പോരായ്മകളും സന്ദീപിന് അനുകൂല വോട്ടുകളാകുമെന്നാണ് UDF ക്യാമ്പിന്റെ പ്രതീക്ഷ. ന്യൂസ് മലയാളം, കാസർഗോഡ്. അതായത് വികസനം എന്ന് പറയുന്ന ഒരു സാധനം അവിടെ ചെയ്തിട്ടില്ല എന്നാണ്. എന്ത് ചെയ്തു അവിടുത്തെ MLA നിങ്ങൾ കാണുന്നില്ല? എന്തെങ്കിലും ചെയ്തു അവിടെ? ഒരു മണ്ണാങ്കട്ട. ജയിച്ചതിന് ശേഷം ഓഫീസിൽ മിണ്ടാപ്രാണിയെ പോലെ മിണ്ടാതിരുന്ന് ജനങ്ങളെ തിരിഞ്ഞു നോക്കിയിട്ടില്ല LDF സർക്കാർ. ഓക്കെ, നമ്മുടെ സന്ദീപ് വാര്യർ മുമ്പ് പറഞ്ഞ, അതായത് BJP വിട്ട സമയത്ത് പറഞ്ഞ ചെറിയൊരു കാര്യം കൂടി, അതും കൂടി നിങ്ങളൊന്ന് കേൾക്കണം. അത്തരം പ്രസ്ഥാനങ്ങളോടുള്ള എന്റെ എല്ലാ വിയോജിപ്പുകളും തുറന്ന് പ്രകടിപ്പിച്ചുകൊണ്ട് അവിടുന്ന് ഇറങ്ങിപ്പോന്ന് മതനിരപേക്ഷതയുടെയും സാമൂഹ്യ സമരസതയുടെയും ഒപ്പം സാഹോദര്യത്തിന്റെയും നിലപാട് സ്വീകരിച്ചുകൊണ്ട് UDFിലേക്ക് കയറി വന്ന ഒരാളാണ് ഞാൻ. ഇനി എന്നെ വർഗീയവാദി എന്ന് മുദ്രകുത്തുന്നതിൽ എന്താ അർത്ഥമുള്ളത്? അങ്ങനെ മുദ്രകുത്തുന്ന ആളുകൾക്ക് ഖലീഫ ഉമറിന്റെ ചരിത്രം അറിയില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഖലീഫ ഉമറിന്റെ ചരിത്രം അറിയില്ലേ? പ്രവാചകനെതിരെ എന്തൊക്കെ ആക്ഷേപമായിട്ട് നടന്നയാളായിരുന്നു. പക്ഷേ ആ ഖലീഫ ഉമർ നിലപാട് തിരുത്തിയപ്പോൾ ചേർത്ത് പിടിച്ച ഒരു സമുദായത്തെയാണ് ഇവരിവിടെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. എനിക്ക് നല്ല വിശ്വാസമുണ്ട്. എന്നെ കേരളത്തിലെ ലക്ഷോപലക്ഷം വരുന്ന മതേതരത്വ വിശ്വാസികൾ, മതേതര വിശ്വാസികൾ, മതനിരപേക്ഷ വിശ്വാസികൾ എന്നെ നെഞ്ചോട് ചേർത്തിട്ടുണ്ട്. അത് CPM-നും BJPക്കും ഒക്കെ ബോധ്യം വന്നിട്ടുണ്ട്. പരാജയം CPM-നെയും BJPയെയും തുറച്ചു നോക്കുകയാണ്. നടുക്കുന്ന, അതായത് പിണറായി വിജയനെ തെറിവിളിച്ചുകൊണ്ട് ഒരാൾ രംഗത്ത് വന്നിട്ടുണ്ട്. വലിയ വിവാദമാണ്. എന്താണ് അങ്ങേര് പറഞ്ഞത്? അതും കൂടി നിങ്ങളൊന്ന് കേട്ടു നോക്കണം. അതിനുശേഷം ഇങ്ങേര് പറഞ്ഞതിൽ തെറ്റുണ്ടോ ശരിയുണ്ടോ എന്ന് നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം. ഓക്കെ, കോൺഗ്രസിൽ തർക്കം ഉണ്ടെന്നൊക്കെയാണ്. ആർക്കും തർക്കമില്ല. ഒരു തർക്കമില്ല. ഒന്ന് വോട്ട് ചെയ്തോട്ടെ. വോട്ട് ചെയ്തിട്ട് എല്ലാം ഒന്ന് പെട്ടിയിലാകട്ടെ, എന്നിട്ട് നമുക്ക് കാണാം. അതുവരെ ഇവിടെ ഒരു പക്ഷേ ധർമ്മടത്ത് പിണറായി വരെ തോക്കാൻ പോവാ. അങ്ങനെ ഒരു കാറ്റ് ആഞ്ഞടിക്കുന്നുണ്ട്. ഇവരെന്തേലും ആയിക്കോട്ടെ. ഇപ്പൊ ഷാഫി പറമ്പിക്കെതിരെ ഒരു പെണ്ണ് കേസ് വരുന്നു. ഒരു മാങ്കൂട്ടത്തിനെ ഇവർ ഒതുക്കി. ഒരു മാങ്കൂട്ടത്തിന് സത്യസന്ധമായിട്ട് ഞാൻ എന്ന് ചോദിച്ചോട്ടെ, ഈ മാങ്കൂട്ടത്തെ ഒരു ചെറുക്കനെ വളർന്നു വന്ന ഒരു ചെറുക്കൻ, ഇവർക്ക് എന്തെങ്കിലും പറയാനുള്ള തന്നെ ഒരു പെണ്ണ് കേസല്ലേ ഉള്ളൂ. ഒരു ചെറുക്കൻ ഉമ്മൻചാണ്ടിനെ ഒന്നുമില്ലാത്തൊരു ചെറുക്കനെ ആക്കി, ഉമ്മൻചാണ്ടിനെ വരെ ആക്കിയില്ലേ? ഇതിനൊക്കെ അടി എന്ന് പറയുന്നത് എങ്ങനെ? വോട്ടർമാർ അല്ലാതെ കൈ കൊണ്ടല്ലേ. ഇവർ കൈ കൊണ്ടടിക്കും. നമ്മൾ വോട്ടും കൊണ്ട് തിരിച്ചടിക്കും. അതിൻ്റെതാ ഞങ്ങൾ മൂന്നെണ്ണം, 2 നമുക്കറിയത്തില്ല കേട്ടോ. ഈ ഇടുക്കി ജില്ലയിൽ 3 സീറ്റ് പിടിക്കും. 2 എന്തെങ്കിലും ആയിക്കോട്ടെ പിടിച്ചുകൊണ്ട് നമ്മൾ വരും. അധികാരത്തിൽ വരും. പിണറായി ശക്തമായിട്ടുള്ള ഒരു ഭരണവിരുദ്ധ വികാരം ഇവിടെ. അത് എനിക്ക് മാത്രമല്ലെന്ന് അടിമാലിയിലെ മറിയക്കുട്ടിക്കില്ലേ പെൻഷൻ കിട്ടാത്ത മറിയക്കുട്ടിക്ക് ഇല്ലേ? പക്ഷെ സർക്കാർ ആവശ്യപ്പെടുന്ന ഒരു പെൻഷൻ കൂട്ടിയെന്നും അങ്ങനെയൊക്കെയാണ് പറയുന്നത്. പെൻഷൻ എവിടെ കൂട്ടി എന്ന് പറഞ്ഞു സാറെന്ന് പറഞ്ഞു. എവിടെയാ കൂട്ടിയെന്ന് പറയുന്നേ? സാറിന് ഡിബേറ്റ് ഒന്ന് കാണിക്കാവോ? കൂട്ടിയെന്ന് പറഞ്ഞു കാണിക്കാം. പെൻഷൻ കൂട്ടിയെന്ന് പറയാം. അയ്യോ, ഒന്നുമില്ല. നമ്മൾ അവരെ പ്രകടനപത്ര കഴിഞ്ഞ വർഷം 2000 ആക്കുമെന്ന് പറഞ്ഞല്ലേ? അവര് പ്രകടനത്തിൽ പറഞ്ഞതല്ലേ 2000 ആക്കുമെന്ന് പറഞ്ഞതാ. നമ്മള് VD സതീശന്റെ നേതൃത്വത്തിൽ UDF അധികാരത്തിൽ വരുമ്പോൾ അന്നും വരണം നിങ്ങൾ. അന്ന് ഇവിടെ വന്ന് ഒന്ന് എടുത്തോണ്ട് പോകണം കേട്ടോ. ഒന്ന് എടുത്തോണ്ട് പോയാൽ മതിയാകത്തുള്ളൂ. ശരി, നമ്മൾ 105 അല്ലെങ്കിൽ MP ഗോവിന്ദൻ പറയുന്നതിൽ 130 ഒന്നും പറയുന്നില്ല. 85 സീറ്റും പിടിച്ച് UDF
ഈ പ്രാവശ്യം അധികാരത്തിൽ വി ഡി സതീശൻ പറയുന്നത് 100 സീറ്റിന് മുകളിൽ നേടുന്നതാണ്. അത് ആൾക്ക് എന്താ ആത്മവിശ്വാസമല്ലേ. നമ്മൾ 140 പിടിക്കണമെന്ന് ഉറപ്പുള്ളവരാ. 140 പിടിക്കണമെന്നാണ് നമുക്ക് ഉറപ്പ്. പക്ഷെ എന്നാണെങ്കിലും ശരി, ഈ മുടിഞ്ഞ ഈ ഭരണം ഒന്ന് തീർന്ന് ഇത് എവിടെയാലും പോയി അണയാൻ പോവാ. എവിടെ? അറബിക്കടലിൽ താഴാൻ പോവാ. നമുക്കത് അല്ലാതെ നമ്മളെപ്പോഴും പ്രതികരണശേഷിയുള്ളവരല്ലേ, പ്രതികരിക്കണമല്ലോ. 10 വർഷം നമ്മൾ കൊടുത്തു, അവസരം കൊടുത്തു. അവസരം ഞങ്ങളുടെ റോഷി അവിടെ ചെയ്തിട്ട് എന്നാ അറിയോ, ഇവിടെ ഒരു MLA ആയിരുന്നു, മന്ത്രിയായിട്ട് എന്തെങ്കിലും വികസന പ്രവർത്തനം എടുത്തു പറയാൻ പറ്റിയ വികസനം ചെയ്തിട്ടില്ല. 1 ലിറ്റർ വെള്ളത്തിന് പുള്ളിനെ വിളിച്ചാരും പറഞ്ഞില്ലെന്നാ പറഞ്ഞു. 10 പൈസ വെച്ച് 100 ലിറ്റർ വെള്ളത്തിന് 1 രൂപയോ, 1000 ലിറ്റർ വെള്ളം എടുക്കുന്നതിന് 100 രൂപയോ റോഷിനെ വിളിച്ച് പറഞ്ഞില്ലെന്നാ പറഞ്ഞു. അതുകൊണ്ട് വേണ്ട, നമുക്ക് നോക്കാന്നേ. നിങ്ങൾ ഇനിയും വരേണ്ടി വരും. ഇനി നിങ്ങൾ ഇടുക്കിക്ക് തന്നെ വരേണ്ടി വരും ഇതിന്റെ ഇതെടുക്കാനായിട്ട്, ഡിബേറ്റ് എടുക്കാട്ടോ. ഓക്കെ, ഒരു കാര്യം പറയാം പൊന്നു പ്രേക്ഷകരെ, ഇങ്ങേര് പറഞ്ഞതിൽ എന്ത് തെറ്റാണുള്ളത്? ഇങ്ങേർക്ക് നേരെ ആക്രമണമാണ്, ഇങ്ങേരെ അറസ്റ്റ് ചെയ്യണമെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ പൊന്നു പ്രേക്ഷകരെ, ഞാൻ തൽക്കാലം വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോയുമായി ഉടൻ വരാം. ഓക്കെ, ബൈ.